പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്ക് ഇപ്പോൾ സമാധാനമായി കാണും. കാരണം 2 ദിവസം കൊണ്ട് ഒലിച്ചുപോയത് 2500 കോടിയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെങ്ങനെയെന്നല്ലേ, തുർക്കി പേസ് ഹെവി പ്രൈസ് ഫോർ സപ്പോർട്ടിംഗ് പാകിസ്ഥാൻ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് വലിയ രീതിയിലുള്ള നഷ്ടമാണ് തുർക്കി ഇപ്പോൾ സഹിക്കേണ്ടി വന്നിരിക്കുന്നത്. അത് ആർക്കാണ് സഹിക്കേണ്ടി വന്നത് എന്നുള്ളിടത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നുന്നത്. അത് തുർക്കിക്ക് എന്ന് പറയുന്നതിലുപരി എർദോഗൻ്റെ മകളായിട്ടുള്ള സുമയ്യ ബറോട്ടയ്ക്കാണ് അത് സഹിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എർദോഗൻ്റെ മകൾക്കാണ് 2500 കോടി രൂപ നഷ്ടപ്പെട്ടത് എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതെങ്ങനെയാണ്? സുമയ്യ ബറോട്ട, ഡോട്ടർ ഓഫ് തുർക്കിഷ് പ്രസിഡന്റ് എർദോഗാൻ, ഓൾസോ ഹാസ് എ സ്റ്റേക്ക് ഇൻ സെലിബി. അതാണ് കാര്യം. അതായത് സെലിബി എന്ന് പറയുന്ന ഈ വിമാനത്താവളങ്ങളുടെയൊക്കെ മേൽനോട്ട നടത്തിപ്പ് കമ്പനിയായിട്ടുള്ള സെലിബി, ആ സെലിബിയിൽ വലിയൊരു സ്റ്റേക്ക് ഇവർക്കുണ്ട്. അതായത് വലിയൊരു പിടുത്തം അല്ലെങ്കിൽ വലിയൊരു ഓഹരി ഇവർക്കുണ്ട്. ആർക്ക്? നമ്മുടെ സുമയ്യ എർദോഗൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സുമയ്യ ബറോട്ട എന്ന് പറയുന്ന ഈ എർദോഗൻ്റെ മകൾക്കുണ്ട്. ആ സെലിബി എന്ന് പറയുന്ന കമ്പനി ഇവിടെ നിന്നും പൂട്ടിക്കെട്ടിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതിനെ പൂട്ടിക്കെട്ടിക്കൊണ്ട് പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ എർദോഗൻ ചോദിച്ചു, അതായത് തുർക്കി നമ്മളോട് ചോദിച്ചു ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്മുടെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ തീരുമാനമാണ്, അതായത് ഇത് കേന്ദ്രത്തിൻ്റെ തീരുമാനമല്ല, സുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ചാരന്മാരെ ഞങ്ങളുടെ വിമാനത്താവളത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് തന്നെ നിർത്തിയല്ലോ എന്നോട്ട് ഖേദിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല, അങ്ങനെ കൂടെ പറയണമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ മാന്യമായിട്ട് പറഞ്ഞത് ഇത് സുരക്ഷയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വിട്ടു സെലിബിയെ. അങ്ങനെ 9 ഇടത്ത് നിന്നാണ് സെലിബി പൂട്ടിക്കെട്ടിപ്പോയത് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഈ 2500 കോടി രൂപ നഷ്ടം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പോരാത്തതിന് സുമയ്യ ബറോട്ടയുടെ ഭർത്താവായിട്ടുള്ള വ്യക്തിയുടെ ഡ്രോൺ കമ്പനി, അതാണ് ഈ ബറാട്ട ഡ്രോൺസ് എന്ന് പറയുന്ന ഡ്രോൺ കമ്പനി. ഈ ഡ്രോൺ കമ്പനിക്കും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ കാഴ്ചവെച്ച വലിയ രീതിയിലുള്ള പെർഫോമൻസ് കാരണം വലിയ ഇടിവും ക്ഷതവും നാണക്കേടും നേരിട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് എർദോഗൻ്റെ കുടുംബം അകപ്പെടുന്നത് എന്ന് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.